ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ റനാൻസി മഷ്റഫ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റുട്ടീൻ വീഡിയോയുടെ പാർട്ട് 3 എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നും ഞാൻ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ളൊരു റുട്ടീൻ വീഡിയോ അല്ല. കാരണം എനിക്ക് ഇന്നും സ്കൂളില്ല, അതായത് വ്യാഴാഴ്ചയും സ്കൂളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നലത്തെ കാര്യം നിങ്ങൾ കണ്ടല്ലോ, സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള സംഭവം ഉണ്ടായില്ല ഇന്നലെ, കാരണം സ്കൂളില്ലായിരുന്നു. ഇനി എനിക്ക് നാളെ സ്കൂളുണ്ട്, വെള്ളിയാഴ്ച. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തൊട്ടുള്ള റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്കൂളൊന്നും ഇല്ലെങ്കിലും എന്താണ്, ടീച്ചേഴ്സ് ഞങ്ങൾക്ക് കുറേ വർക്കൊക്കെ തന്നിട്ടുണ്ട്. ടീച്ചേഴ്സൊക്കെ ഇത്രയൊക്കെ പഠിച്ചു വരണം ഇനി ക്ലാസ്സിൽ വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് എനിക്ക്. പിന്നെ ഇത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ബോട്ടണിയിൽ ഒരു PDF വിട്ടുപോയിട്ടുണ്ടെന്ന്. ഇതാണ് ആ PDF. ഞാൻ വീണ്ടും പോയിട്ട് എടുത്തിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് HSS ലൈവിലത്തെ ആണ്. ഇത് കോഴിക്കോടിലത്തെ ആണ്. ഏത് നാടിൻ്റെ ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോടത്തെയാണ് ഈ PDF വരുന്നത്. സോ അപ്പോൾ ഇതാണ് ബോട്ടണി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊക്കെ എവിടം വരെയൊക്കെ പഠിപ്പിച്ചുള്ള നിങ്ങൾ അന്ന് കമൻറ്റിലിട്ട് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, +1 പിന്നെ നിങ്ങൾ +1 നിങ്ങളുടെ അലോട്ട്മെന്റ് ഒക്കെ നടക്കുകയാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ് തുടങ്ങും? നിങ്ങൾക്ക് 24th എന്തുവാണ് തുടങ്ങുന്നത് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യമാണ്, നിങ്ങളുടെ പെട്ടെന്ന് തുടങ്ങിയ പെട്ടെന്ന് പോർഷൻസ് ഒക്കെ നല്ല രീതിക്ക് എടുത്തു പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാത്സ് ആണ്. മാത്സ് ഇപ്പം മെട്രിക്സ് അത്യാവശ്യം ടോപ്പിക്സ് എടുത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഞാൻ എക്സ്ട്രാ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് +1 ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പെട്ടെന്ന് സ്കൂളിൽ പോകുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ടഫായിട്ടൊക്കെ തോന്നും. ഞങ്ങൾക്കും തോന്നിയായിരുന്നു, പെട്ടെന്ന് കുറേ ടോപ്പിക്കും വേറെ ഡിഫറെൻ്റ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ പേടിക്കേണ്ട, നിങ്ങളത് ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അതിലോട്ടേക്ക് ശരിയായി വന്നോളും. പിന്നെ എല്ലാം ഈസി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നോർമലായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യട്ടെ. എന്നിട്ട് ബാക്കി ഓരോ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഞാൻ മാത്സ് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ഇപ്പൊ ഞാൻ ക്ലാസ് കാണാൻ വേണ്ടി ഇരുന്നതാണ്. ബോട്ടണിയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണത് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. അപ്പൊ അതിനകത്ത് ഞാൻ കമന്റ്സിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ അതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം തൊട്ടേ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കമന്റ്സ് ഈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മുടെ സാധാരണ വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ, നമുക്ക് മുമ്പ് കമന്റ്സ് ഒക്കെ ഇട്ടുണ്ടായ ആളുകൾ, അവർ നമുക്കൊരു അഭിപ്രായമായിട്ട് നമ്മളുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവരോട് ഞാൻ താങ്ക്സ് പറയാറുണ്ട്. കുഴപ്പമില്ല, ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരുമല്ലേ. പക്ഷേ നമ്മളുടെ ചാനൽ എന്ന് പറയുമ്പം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊന്നുമില്ല, നല്ല നല്ല കാര്യങ്ങളാണ്. മെയിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ, ഒരിക്കൽ പോലും ഒരു തംസ് അപ്പോ ഒരു കൺഗ്രാറ്റുലേഷൻസോ ഓൾ ദ ബെസ്റ്റോ ഒന്നും അയക്കാതെ, ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയൊരു കേട്, ഏതെങ്കിലും ഒരു തെറ്റിനെ മാത്രം കാണിച്ചുകൊണ്ട് കമന്റ് ഇടുമ്പോൾ അത് നെഗറ്റീവ് തന്നെയാണ്. അങ്ങനെയുള്ളവരെയാണ് ഞാൻ ഹൈഡ് ചെയ്യാറ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നെഗറ്റീവ് കമന്റ്സിന്റെ കാര്യം പറയുമ്പോൾ, ഇപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കമന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പൊ ഉമ്മ വൈറ്റ് സ്റ്റുഡിയോ തുറന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സിനൊക്കെ ഹൈഡ് അടിച്ചിട്ടാണ് എനിക്ക് തരാറ്. അപ്പം നിങ്ങൾ പോസിറ്റീവായിട്ടും പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അങ്ങനത്തത് ഞാൻ കാണാറുള്ളൂ. നെഗറ്റീവ് അധികം എനിക്കുമ്മ കാണിക്കാറില്ല. കാരണം എന്തിനാ നമുക്ക് ചുമ്മാ നെഗറ്റീവ് തോട്ട്സ് വരണ്ട എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അധികം ഇങ്ങനെ നെഗറ്റീവിന് റിപ്ലൈ കൊടുക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നീട് നമുക്ക് ടെൻഷനാണ്. ഞങ്ങൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളുകളാണ്. അതായത് നമ്മളങ്ങനെ ആരോടും അങ്ങനെ അടികൂടാ, അങ്ങനത്തെ ടൈപ്പ് സ്വഭാവമുള്ളല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ തന്നെ പിന്നീട് അത് ആലോചിച്ച് അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ തോന്നും. അപ്പൊ അതുകൊണ്ട് ഉമ്മ തരാറില്ല, ഉമ്മ റിപ്ലൈ കൊടുക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഉമ്മ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ കമന്റ്സ് ഒന്നും നോക്കണ്ട, അങ്ങനെ നെഗറ്റീവ് പോലത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാകും, അത് കാണണ്ടെന്ന് പറഞ്ഞ് ഉമ്മ സോഷ്യൽ മീഡിയയിലെ കമന്റ്സ് വായിക്കാൻ എന്നെ സമ്മതിക്കാറില്ല. കാരണം ഇപ്പൊ ഭയങ്കര മോശമായ കമന്റ്സ് ആണ് ഇപ്പൊ അധികവും കാണാറൊക്കെ. അപ്പൊ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറയാറ്. അപ്പൊ അത് ജസ്റ്റ് പറയാൻ വേണ്ടി വന്നാണ് ഗൈസ്. അപ്പൊ എൻ്റെ അടുത്ത് നിങ്ങൾ ഏത് ചാനലിലെ ക്ലാസ് ആണ് ഞാൻ കാണാറ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ചിലപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ചാനലുകളായിരിക്കും ഞാൻ കാണുന്നത്. അതും കാണാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഞാൻ ക്ലാസ് കാണാൻ വരാറാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ചാനൽ ഏതാണോ അത് കാണുന്നതാണ് നല്ലത്. അങ്ങനെയാണ് ഞാനും ചെയ്യാറ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഓരോ ടൈപ്പ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനൽ നിങ്ങൾ കണ്ട് പഠിക്കാൻ വേണ്ടി നോക്കുക.
പിന്നെ അതുപോലെ തന്നെ ഗൈഡിൻ്റെ കാര്യം കുറേ പേര് ഞാൻ ഏതെങ്കിലും വാങ്ങിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ +1 എനിക്ക് പറയാനുള്ള 10th വരെ ആണെങ്കിൽ ഇപ്പോൾ ലേബറിൻ്റെ നല്ല യൂസ്ഫുൾ ആകുന്നുണ്ട്. +1 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, ലേബറിൻ്റെയും ആവശ്യമൊന്നും വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ HSS ലൈവ് തന്നെ വേണ്ടത്ര പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒരുപാട് ടീച്ചേഴ്സ് തയ്യാറാക്കി PDF അവൈലബിൾ ആയിട്ടുണ്ട്. ഇനിയിപ്പം +2 ഞാൻ ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടോ അല്ലാതെയൊക്കെ ഞാൻ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ HSS ലൈവ് എന്നാണ് ഞങ്ങൾക്ക് ടീച്ചേഴ്സ് PDF തന്നിട്ടുള്ളതും. ഇപ്പോൾ ടീച്ചർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതും HSS ലൈവ് തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പം അങ്ങനെയാണ് സംഭവം. കുറേ പേര് എൻ്റെ അടുത്ത് സ്റ്റഡി പ്ലാൻ പറയുമെന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോട്ട് ഇങ്ങനെ അട്രാക്ഷൻ പോകുന്നതിന് മുമ്പ്, അതായത് ഫോൺ എടുത്ത് കുറേ നേരം ഇരിക്കുന്നതിനൊക്കെ മുമ്പ് നമ്മളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾക്ക് അന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതെന്തായാലും അങ്ങനെ തന്നെ ചെയ്യുക. കാരണം ഒരുപാട് ഫോൺ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തന്നെയായി ദിവസം അങ്ങനെയായി പിന്നെ എക്സാം ആകുമ്പോൾ ബുദ്ധിമുട്ടായി പോകും. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഡെയിലി ഒരു 2 മണിക്കൂർ പോലെ വെച്ചിട്ട്, ഇപ്പോൾ ഞാനൊക്കെ +1 അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഡെയിലി നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാനല്ലെങ്കിൽ തന്നെ നിങ്ങൾ +1 അത്യാവശ്യം മാർക്ക് കിട്ടിയ വേറെ ആരോടെങ്കിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് പറയുക. അതായത് +1 അത്ര വലിയ ടഫ് ഒന്നും അല്ല ഗൈസ്. കാരണം ഇതാണ്, അതായത് ഡെയിലി നമ്മൾ 2 മണിക്കൂർ അന്നന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തുമില്ല. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഡെയിലി ചെയ്ത് പോയി കഴിയുമ്പോൾ അതൊരു ശീലമായിക്കോളും. പിന്നെ നമ്മൾ കുറേ തവണ ആ സെയിം കാര്യത്തിന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ റിവിഷനായിട്ട് നമ്മുടെ മനസ്സിലോട്ട് അത് പതിക്കും. പിന്നെ എക്സാം നമുക്ക് കൂളായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഡെയിലി 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ആ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ കുറേ പേരൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ ശേഷം പഠിക്കാൻ ടൈം കിട്ടുന്നില്ല, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയുന്നവർ, നിങ്ങൾ ശനിയും ഞായറും നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാമെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് ടഫാണ്, മാർക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ പുതിയ ഇംഗ്ലീഷ് ടീച്ചർ ഇപ്പോൾ സ്കൂളിൽ വന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇത് തന്നെയാണ്. ഇംഗ്ലീഷിൽ എല്ലാവർക്കും മാർക്ക് കുറയാനുള്ള കാരണം നമ്മൾ ഫസ്റ്റ് ഇംഗ്ലീഷ് ഒന്നും നോക്കത്തില്ല, ബാക്കി എല്ലാ സബ്ജക്റ്റും നോക്കിയിട്ട് എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഗൈഡുകളോ ഏതെങ്കിലും PDF വായിച്ചിട്ട് പോകും, ടെക്സ്റ്റ് വായിക്കത്തേ ഇല്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞ എക്സ്ട്രാ റീഡിംഗ് ഒന്നും അല്ലെങ്കിലും നമ്മൾ ഡെയിലി ടെക്സ്റ്റ് ബുക്ക് അന്ന് ടീച്ചർ എടുക്കുന്ന ചാപ്റ്റർ ഡെയിലി വായിക്കുക. അത് മാത്രം ചെയ്താൽ തന്നെ ഇംഗ്ലീഷിൽ ഏറ്റവും നല്ലതാണ്. അതായത് ഓരോ യൂണിറ്റും ഒരു തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ തീമിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ആ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് തന്നെ ഏതോ തരത്തിലൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ പിന്നീട് നോക്കിയപ്പം നമുക്ക് മനസ്സിലായിരുന്നു നമ്മുടെ ചാപ്റ്ററായി ബേസ് ചെയ്ത തീമിന് തന്നെയാണ് ഉത്തരം എഴുതേണ്ടത്. അങ്ങനെ തന്നെയാണ് ആൻസർ കീയിലുണ്ടായത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ പോലെ തോന്നുമെങ്കിലും നമ്മൾ പഠിച്ച ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു നോക്ക്, നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. പക്ഷെ ആ പഠിക്കുന്ന ടൈമിൽ നമുക്കത് എന്തോ പോലെ തോന്നിയായിരുന്നല്ലോ. അപ്പം നമ്മൾ കുറേ പഠിക്കുന്നതനുസരിച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ കുറേ തവണ വായിക്കുന്നതനുസരിച്ച് നമ്മൾ നല്ല രീതിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് ഗൈസ്. പിന്നെ എക്സാമിന് നമുക്ക് സ്വന്തം വാക്കിൽ നല്ല രീതിക്ക് തന്നെ എഴുതാൻ പറ്റും, നല്ല മാർക്ക് കിട്ടും ചെയ്യും, നമ്മളുടെ ഗ്രാമറും ഇമ്പ്രൂവ് ആകും. ഇതാണ് എനിക്ക് 10th 9th 8th പഠിക്കുന്ന ഇംഗ്ലീഷ് അറിയുന്നില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പം നിങ്ങൾക്ക് അത് ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ടെക്സ്റ്റിലെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ടെക്സ്റ്റ് ബുക്ക് മാത്രം ആ ഒരു ചാപ്റ്റർ മാത്രം വായിച്ചാൽ തന്നെ മതി. നല്ല രീതിക്ക് സമ്മറി അറിയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമായിട്ട് നിങ്ങളത് കമൻസിലൂടെ ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ലൈക്ക് എന്തായാലും ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.